ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന നമുക്കിന്നൊരു ബ്രൈഡൽ വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഉച്ച ഒരു 2:30-3 മണി ആ ഒരു ടൈമിങ്ങിലാണ് പോണത്. കാരണം ഇന്ന് സാറ്റർഡേയിലെ മെഹന്തി നൈറ്റിലെ വർക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ യൂബറിൽ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ബ്രൈഡ് വന്നു. അങ്ങനെ നമ്മൾ ക്രിമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളോട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു. കുറേ ടൈം ഉണ്ടായിരുന്നു. ആളുടെ സാറ്റർഡേയിൽ വർക്ക് ഭയങ്കര എന്താ പറയുക, മിനിമൽ ആൻഡ് വീട്ടിലായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫറും വൈകിയായിരുന്നു വരുള്ളൂ. ഫോട്ടോഗ്രാഫർ എന്തോ ഉണ്ടായില്ല എന്ന് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈമും കിട്ടിയായിരുന്നു. ഞങ്ങൾ കുറേ സംസാരിച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്താൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ മേക്കപ്പ് മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഭയങ്കര ലൈറ്റായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ മേക്കപ്പിൻ്റെ ഓരോ സ്റ്റേജസിൽ കൂടെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇതാ ബേസ് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജ്വല്ലറിയിലേക്ക് കിടക്കണം. അപ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഇത് മതി എന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അതിന് ചുട്ടിയും അതുപോലെ തന്നെ ഇയറിങ്ങും എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മളിത് ഹെയർ സ്റ്റൈലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓവറോൾ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രൈഡ് ഇതാ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ രാത്രിയായി. അപ്പോൾ അവൾ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ കൂടെയാണ്